ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ക്രൈസ് ക്രോസ് കേക്കിൻ്റെ വീഡിയോ ആയിട്ടാണ്. ഇതിങ്ങനെ ക്രോസ് ആയിട്ട് വെച്ചുകൊണ്ടാണ് ക്രൈസ് ക്രോസ് കേക്ക് എന്ന് പേര് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് ഞാൻ 3 കളറിലായിട്ട് കേക്ക് ഐസിങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 1 kg വെയിറ്റിലാണ് കേക്ക് ചെയ്തിട്ടുള്ളത്. 5 എഗ്ഗ് വെച്ചിട്ടാണ് 6 ഇഞ്ച് പാനിലാണ് കേട്ടോ ഞാനിത് യൂസ് ചെയ്തിട്ട് കേക്ക് തയ്യാറാക്കിയിട്ടുള്ളത്. 2 ലെയർ കേക്കാണ് എല്ലാം. ആദ്യം 3 എഗ്ഗ് വെച്ച് സ്പോഞ്ച് റെഡിയാക്കി, പിന്നെ 2 എഗ്ഗ് വെച്ചിട്ട് വീണ്ടും കേക്ക് ചെയ്തെടുത്തു. അങ്ങനെയാണ് 3 കേക്ക് സെറ്റാക്കിയിട്ടുള്ളത്. മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, കേക്ക് സെറ്റ് ചെയ്യുമ്പോൾ ബാലൻസ് എന്തായാലും കൊടുത്തിരിക്കണം. ഫസ്റ്റ് ലെയർ വെക്കുമ്പോൾ ഞാൻ അതുപോലെ ബാലൻസ് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷമാണ് സെക്കൻഡ് കേക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നത്. അതുപോലെ തന്നെയാണ് 3 കേക്കും അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഫസ്റ്റ് കേക്കിൻ്റെ സെയിം പൊസിഷനിൽ തന്നെയാണ് തേർഡ് കേക്ക്, അതായത് മൂന്നാമത് നമ്മൾ വെക്കാൻ പോകുന്ന കേക്കും വെച്ചിട്ടുള്ളത്. അപ്പോൾ അതാ ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. മെല്ലെ വേണം ചെയ്ത് കൊടുക്കാനായിട്ട്. നല്ല ഫിനിഷിങ്ങോട് കൂടിയിട്ടാണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഞാൻ ബ്രഷ് കൂടി യൂസ് ചെയ്തിട്ട് ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് വീട്ടിൽ കഴിക്കാനായിട്ട് തയ്യാറാക്കിയിട്ടുള്ള കേക്കാണ്, അല്ലാതെ ഡെലിവറി കൊടുക്കാനായിട്ട് ചെയ്തിട്ടുള്ള കേക്കല്ല. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പോരായ്മകളൊക്കെ ഈ കേക്കിലുണ്ട്. ഒരുപാട് ഈ കേക്കിൻ്റെ ഫോട്ടോസൊക്കെ കണ്ടിട്ട് ചെയ്യണമെന്ന് ആഗ്രഹം തോന്നിയിട്ട് ചെയ്തിട്ടുള്ള കേക്കാണ്. അപ്പോൾ അതായത് ഇതുപോലെ ഞാൻ ഈ ബ്രഷ് വെച്ചിട്ടാണ് ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് സെക്കൻഡ് ലെയറിലും നമ്മളിതുപോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബാലൻസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. സ്ട്രോ ഉപയോഗിച്ചിട്ടാണ് ഞാനിവിടെ ബാലൻസ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് മൂന്നാമത്തെ ലെയർ കൂടി ഇതിൻ്റെ മുകളിലേക്കായിട്ട് വെച്ച് കൊടുക്കാം. ഞാൻ വീണ്ടും പറയുന്നത്, നല്ല അടിപൊളിയായിട്ട് ഫിനിഷിംഗ് ഒന്നും ചെയ്തെടുത്തിട്ടില്ല. വീട്ടിൽ കഴിക്കാവുന്ന കേക്ക് ആയതുകൊണ്ട് അത്രയ്ക്ക് അങ്ങോട്ടേക്ക് ഫിനിഷിംഗ് ഒന്നുമില്ല. എന്നാലും അത്യാവശ്യം ലുക്കിലൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ മൂന്നാമത്തെ ലെയറും വെച്ച് കൊടുക്കുന്നുണ്ട്. ഫസ്റ്റ് ലെയറിന് അതേ പൊസിഷനിൽ തന്നെയാണ് കേക്ക് വെച്ച് കൊടുത്തിട്ടുള്ളത്. രണ്ടും ഒരേ ലെവലിലാണ് വേണ്ടത്. നടുവിലുള്ള കേക്ക് മാത്രമേ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൂ. അപ്പോൾ അത് അത്രയേ ഉള്ളൂ. പിന്നെ അതാ ഒരു സ്ട്രോ നടുവിലായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്, ഒന്നുകൂടെ ഒന്ന് ബാലൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെന്താ, കുറച്ച് ഷുഗർ ബോൾസും അതുപോലെ തന്നെ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ഈ ഒരു ബോൾസ് അത് വെച്ചിട്ടാണ് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. വീട്ടിലേക്കായാലും കാണാൻ ഒരു ലുക്കൊക്കെ വേണ്ടേ, അങ്ങനെ വിചാരിച്ച് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ കുറച്ച് എഡിബിളായിട്ടുള്ള ബട്ടർഫ്ലൈസ് കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഷുഗർ പേസ്റ്റിലാണ് കേട്ടോ ഈ ബട്ടർഫ്ലൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് കേക്കിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഷുഗർ ബോൾസ് മുകളിലായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പിന്നെന്താ, കേക്കൊക്കെ കഴിക്കുക. അതിന് വേണ്ടിയിട്ട് മക്കളും ഹസ്ബൻഡും കൂടി കേക്കൊക്കെ കട്ട് ചെയ്തിട്ട് അവരൊക്കെ നല്ലതുപോലെ ഹാപ്പി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ കേക്കും ഈ ഡിസൈനും എല്ലാം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അവർ ഹാപ്പിയാണ്, അതുപോലെ തന്നെ ഞാനും ഹാപ്പിയാണ്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.